ഉണ്ണിമുകുന്ദനെ നായകനാക്കിയിട്ട് ഹനീഫ് അദേനെ സംവിധാനം ചെയ്ത മാർക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമയുടെ റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സിനിമ കാണാൻ പോകുന്നവരും അതുപോലെ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ സിനിമയുടെ ഈ റിവ്യൂ ഒന്ന് കാണണം. മറ്റൊന്നുമല്ല, ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് ഏത് പേരിലാണ് ഇറങ്ങിയത്? മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ആ ഒരു പേരിനോട് ഈ സിനിമ യോജിച്ചോ എന്ന് ചോദിച്ചാൽ 100ൽ 110% ഈ ഒരു സിനിമ ആ ഒരു പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ അല്ല, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന് വേണം പറയാം. കാരണം ബോളിവുഡിലൊക്കെ ഒരു അനിമൽ പറഞ്ഞപ്പോൾ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചാണ്. അതേപോലത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് മാർക്ക് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഹെവി വയലൻസ് ആണ്. അതുകൊണ്ട് തന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെടുള്ളൂ. ലോജിക്കും മറ്റുള്ള കാര്യങ്ങളും നോക്കരുത്. ഈ സിനിമ എന്ത് പറഞ്ഞിട്ടാണോ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നിട്ടുള്ളത്, അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ നായകൻ എന്താണ് ആവശ്യം അതെല്ലാം ഉണ്ണിമുകുന്ദനുണ്ട്. അതായത് നല്ലൊരു സ്റ്റൈൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാസ് ഹീറോ ഒക്കെ പരിവേഷം നൽകാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണിമുകുന്ദന് ഇതുപോലെ റോഡ് കിട്ടുമ്പോൾ ഉണ്ണിമുകുന്ദനെ തന്നെ വില്ലനായിട്ട് മാറുന്ന ഉണ്ണിമുകുന്ദന്റെ സൗണ്ട് അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയാണ്. അത് മാത്രമേ ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും ഉണ്ണിമുകുന്ദൻ അടിപൊളിയായിട്ടുണ്ട്. വെച്ചിട്ട് ആക്ഷൻ സീനുകൾ, ഇന്റർവെല്ലിന് മുന്നേ ഉള്ള ഒരു ആക്ഷൻ സീൻ അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ആക്ഷൻ സീനൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിഗംഭീരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദീഖിന്റെ പെർഫോമൻസ് ആണ്. എല്ലാ സിനിമയിലും പോലെ സിദ്ദീഖ് അടിപൊളിയായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 1-2 സീനുകൾ സിദ്ദീഖിന് അഴിഞ്ഞാടം കൊടുത്തിട്ടുള്ള 1-2 സീനുകളൊക്കെ സിനിമയുണ്ട്. എണീറ്റ് നിന്ന് കൈയടിച്ചു പോകും. അമ്മാതിരി ഗൺ വെച്ചിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. സിനിമയുടെ കഥാപശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അടാട്ട് തറവാട് എന്ന് പറയുന്നത് നമ്മുടെ സിദ്ദീഖിന്റെ ഒരു കുടുംബമുണ്ട്. അവിടെ 4 സഹോദരന്മാരാണ്. അതിലെ ഒരാളാണ് ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ ദത്തുപുത്രനാണ്. അപ്പോൾ അതിൽ ഇളയ സഹോദരന്റെ കൊലപാതകവും ആ കൊലപാതകം ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, പിന്നീടുള്ള പകയും കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നുണ്ട്, അതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സിനിമയിൽ ശക്തനായിട്ടുള്ള നായകന്റെ അതേപോലെ തന്നെ അതിശക്തന്മാരായിട്ടുള്ള വില്ലന്മാരും സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. സിനിമ കാണുമ്പോൾ ഇതൊരു വയലൻസ് സിനിമയാണെന്നുള്ള ഒരു ചിന്താഗതി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സിനിമ കാണുന്നത്. പക്ഷെ ചില സീനുകളൊക്കെ നമുക്ക് തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നും. അമ്മാതിരി വയലൻസ് സിനിമയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് 10 വയലൻസ് സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്തൊക്കെ ഈ സിനിമ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുപോലത്തെ ഒരു സിനിമയാണ് നമ്മൾ അനിമൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കില്ല് കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു മലയാള സിനിമ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഹനീഫ് അദേനി. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ചില ഭാഗങ്ങൾ അതെല്ലാം കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമയുടെ സംവിധാനം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ സംവിധായകൻ തന്നെയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫീൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു അമൽ നീരദ് സിനിമയൊക്കെ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് റിച്ച് മേക്കിംഗ് ആണ്. എന്താണോ സിനിമയ്ക്ക് ആവശ്യം അതെല്ലാം അതേപോലെ തന്നെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഡിഫൻഡർ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സിനിമ ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ഡിഫൻഡേഴ്സ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജീവയാക്കാൻ, അതായത് ഒരു മലയാള സിനിമ കാണുന്ന പോലെയല്ല ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് മാർക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു മേക്കിംഗ് സിനിമയിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല തിയേറ്ററിൽ പോയി സിനിമ കാണുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ് ഈ സിനിമ എന്ന് വേണം പറയാൻ. നിങ്ങൾ വയലൻസ് മൂവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, വയലൻസ് രംഗങ്ങളൊക്കെ ബ്ലർ ചെയ്യാതൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണാവുന്നതാണ്. ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 18+ ആണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായവർ മാത്രമേ സിനിമ കാണാൻ പോകാവൂ. പിന്നെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സിനിമ ദയവ് ഇത് കാണരുത്. കാരണം ഒരുപാട് രംഗങ്ങളുണ്ട്. നമുക്ക് തന്നെ തോന്നും ഈ രംഗം വേണ്ടായിരുന്നു എന്ന് തോന്നും. അമ്മാതിരി രംഗങ്ങൾ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ മനക്കെട്ടിയുള്ള ആളുകൾ മാത്രം സിനിമയ്ക്ക് പോകുക. ആക്ഷൻ സീനുകളിൽ നമ്മൾ ഉണ്ണിമുകുന്ദൻ അതിഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മലയാളത്തിലെ ആക്ഷൻ ഹീറോ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ. പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ സിനിമയിൽ വേറെ ഏത് നടനെ കൊണ്ടുവന്നാലും ഉണ്ണിമുകുന്ദൻ ചെയ്ത ഈ ഒരു ക്യാരക്ടറിനോളം വരാൻ ചാൻസ് കുറവാണ്. കാരണം അത്രമാത്രം ഉണ്ണിമുകുന്ദൻ ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമയിൽ. അഭിനയം കൊണ്ടല്ല, ശരീരപ്രകൃതി കൊണ്ടും ആക്ഷൻ കൊണ്ടും അതുപോലെ തന്നെ മാസ് സീനുകൾ കൊണ്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജഗദീഷ് ഒക്കെ കൊടൂര വില്ലനാണ്. അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട സിനിമ തന്നെയാണ്. എല്ലാവരും സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അവരുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. സിനിമ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകണ്ട. സിനിമയിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണിക്കുന്നുണ്ട്. 2ാം ഭാഗത്തിനുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഹനീഫ് അദേനി സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും 2ാം ഭാഗം ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ സിനിമ ഹിറ്റ് ആവാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കേരളത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് ബുക്കിംഗ് കാര്യങ്ങൾ കയറിയിട്ടുള്ളത്. കണ്ടവരെന്തായാലും സിനിമ കാണാത്തവരോട് കൂടി സിനിമ കാണാൻ പറയും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാഫ് ആണ് സിനിമയിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഇന്റർവെല്ലിന് മുന്നുള്ള ഫൈറ്റോട് പോയിട്ട് സിനിമ ട്രാക്കിലോട്ട് കയറിയിട്ട് വയലൻസിന്റെ അങ്ങേ തല സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ കണ്ടവർ ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യാം.